Hello children, welcome to Alpha Academy YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് സിമെട്രി എന്ന് പറയുന്നത്. സിമെട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ +2 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സിമെട്രി എന്ന് പറയുന്നത്. ഇത് കൂടുതലും JEE മെയിൻസിനും അഡ്വാൻസിനും ചോദിക്കുന്നതാണ്. ചില പ്രാവശ്യം നീറ്റിനും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത്ര ചാൻസസ് ഇല്ല നീറ്റിന് ചോദിക്കാൻ. എന്നാലും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സർക്യൂട്ടുകൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുറിച്ചാലും മേളും താഴെയും അല്ലെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ആയിട്ട് വരുന്ന സർക്യൂട്ട്സ് ഉണ്ട്. അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ കുറച്ച് എളുപ്പ വഴിയുണ്ട്. സോ അതാണ് ഞാനൊന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇത് സിമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. സോ സിമെട്രി മെത്തേഡ് പാർട്ട് 1 ആണ്. സോ പ്രധാനമായിട്ടും 2 സിമെട്രിയാണ് ഉള്ളത് നമുക്ക്. നമ്പർ 1 is mirror symmetry. Okay, number 2 is folding symmetry. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറർ സിമെട്രിയാണ്. അപ്പോൾ മിറർ സിമെട്രി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാം. ഈ സർക്യൂട്ടിൽ 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 2R, 2R, R ഉണ്ട്. എനിക്കിതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ നിങ്ങൾ പറയും, അയ്യേ ഇത് ഭയങ്കര സിമ്പിളല്ലേ, ഇത് ഒരു ബാലൻസ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് അല്ലേ, അപ്പം നടുക്കത്തെ റെസിസ്റ്റർ റിമൂവ് ചെയ്ത് കളഞ്ഞൂടെ? അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ഈ മെത്തേഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാൻ പോവാണ്. സോ ഈ സിമെട്രിയുടെ പേരാണ് മിറർ സിമെട്രി. എന്താണ് മിറർ സിമെട്രി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ABക്ക് എബൌട്ടായിട്ടുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ABക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ആ ലൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ സർക്യൂട്ട് എന്ന് പറയുന്നത് പൊസസ്സസ് മിറർ സിമെട്രി. സോ ഐ എം ഗോയിങ് ടു ഡ്രോ എ ലൈൻ ഓഫ് സിമെട്രി ലൈക്ക് ദിസ്. ഈ ലൈൻ്റെ പ്രത്യേകത ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു AB ആണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് പർട്ടിക്കുലർ സർക്യൂട്ട്, what you can see is രണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം സാധനമാണ്, 2R, R, 2R, R. So it has mirror symmetry. So this is the mirror line of symmetry. മിറർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അപ്പുറത്തെ സൈഡിലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം A ആണ് ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. സോ ഇവിടെ നിന്നാണ് മെയിൻ കറണ്ട് കയറി വരുന്നത് I. ഇങ്ങോട്ട് I1 പോവും, ഇങ്ങോട്ട് I2 പോവും. പക്ഷെ നിങ്ങൾക്കറിയാം ഇതൊരു മിററാണ്. മിറർ ആകുമ്പം ഇവിടെ ഉള്ള അതേ കറണ്ട് തന്നെ അപ്പുറത്തും വരണം. അതായത് സെയിം റെസിസ്റ്ററിൽ കൂടെ, അതായത് മിറർ ഇമേജിലുള്ള സെയിം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കണം. അപ്പം 2Rൻ്റെ മിറർ ഇമേജ് ആണ് 2R. അപ്പോൾ ഈ 2Rൽ കൂടെ I1 കറണ്ട് കയറിപ്പോയാൽ ഈ 2Rൽ കൂടെ I1 കറണ്ട് വെളിയിൽ വരണം. അത് നിങ്ങൾക്കറിയാം, കാരണം Aയിൽ കറണ്ട് എൻ്റർ ചെയ്യും, Bന്ന് കറണ്ട് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വിൽ ബി I1 ആൻഡ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വിൽ ബി I2 ആൻഡ് വെളിയിൽ വരുന്ന കറണ്ട് വിൽ ബി I. ക്ലിയർ? ഇനി നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു പാർട്ട് കാണിച്ചു തരാം. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പാർട്ട്, ഇവിടെ ഈ റെസിസ്റ്ററിൽ കൂടെയും I2 കറണ്ട് തന്നെയാണ്, ഈ റെസിസ്റ്ററിൽ കൂടെയും I2 കറണ്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഈ ജംഗ്ഷനിൽ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ കണക്ഷൻ എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. ബിക്കോസ് അതിൽ കൂടെ കറണ്ടൊന്നും പോകുന്നില്ല. സോ യു ക്യാൻ റിമൂവ് ദാറ്റ് കണക്ഷൻ. മനസ്സിലായല്ലോ? ആ കണക്ഷനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, സിമിലർലി ഇനിയും ഈ ഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക. ഈ 2Rൽ കൂടെ I1 കറണ്ട്, അതേ I1 കറണ്ടാണ് ഈ 2Rൽ കൂടെ പോകുന്നത്. അതിൻ്റെ അർത്ഥം ഈ ജംഗ്ഷനിൽ കൂടെ താഴേക്ക് കറണ്ടൊന്നും പോകുന്നില്ല. സോ അതവിടെ വെച്ചിട്ട് കാര്യമില്ല, യു ക്യാൻ റിമൂവ് ദാറ്റ് ഓൾസോ. അപ്പം നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ക്ലിയർ? സോ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാൻ പറ്റും, ലൈക്ക് ദിസ്.
ഓക്കെ. അപ്പം അതിൻ്റെ അർത്ഥം ഈ നടുക്ക് വെച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് അവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെയാണ്. സോ യു ക്യാൻ റിമൂവ് ദാറ്റ് റെസിസ്റ്റൻസ്. നൗ ഇത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ സിമ്പിൾ സർക്യൂട്ട്. യു ഹാവ് 2R 2R in series. Why do we say that they are in series? Because same current flows through them. 2R 2R ന്റെ effective is 4R and താഴെ 2R. 4R parallel to 2R. R1 R2 by R1 plus R2 ചെയ്യുമ്പം effective will be 4R by 3. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് സിമെട്രി മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം മിറർ ഇമേജിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കറണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ലെസ് കണക്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ്സ് ടേക്ക് ദിസ് സർക്യൂട്ട്. ഓക്കെ, ഇവിടെ ഉള്ള എല്ലാ റെസിസ്റ്റൻസും ആറാണ് കേട്ടോ. ഇതാറ്, 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 ആൻഡ് ദിസ് ഇസ് ഓൾസോ ആറ്. അപ്പോൾ നമുക്കിവിടെ ഒരു സിമെട്രി വരച്ച് നോക്കാം. Let's draw a line of symmetry perpendicular to AB. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇതിന് മിറർ സിമെട്രി ഉണ്ട്. കറണ്ട് കയറി വരുന്നത് എയിൽ നിന്നാണെന്ന് വിചാരിക്കുക. ഐ കറണ്ട് കയറി വന്നു. അങ്ങനെയാണെങ്കിൽ ബൈ സിമെട്രി ബിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഐ കറണ്ട് ആയിരിക്കണം. ഈ ഐ കറണ്ടിൽ ഇങ്ങോട്ട് I1 പോയി ഇങ്ങോട്ട് I2 പോയെന്ന് വിചാരിക്കുക. അവിടെ വരുമ്പോൾ നേരെ തിരിച്ചു വരും. ഇങ്ങോട്ട് I2 വരും, ഇങ്ങോട്ട് I1 വരും. ക്ലിയർ ആയല്ലോ? ഇനി ഈ I2 കറണ്ട് ഇവിടെ എത്തി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങോട്ട് I3 കറണ്ടും പോയി, ഇങ്ങോട്ട് I4 കറണ്ടും പോയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈ സിമെട്രി ഇങ്ങോട്ട് I3 കറണ്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങോട്ട് I3 കറണ്ട് മുകളിലേക്ക് കയറിപ്പോകണം. ഇങ്ങോട്ട് I4 കറണ്ട് മുകളിലേക്കാണ് കയറുന്നതെങ്കിൽ ഇങ്ങോട്ട് I4 കറണ്ട് താഴേക്ക് കയറി വരണം. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നൗ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ലൈൻ, ഈ ആറിൽ കൂടെ I1 കറണ്ടാണ് പോകുന്നത്, ഈ ആറിൽ കൂടെ അതേ I1 കറണ്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ സം എറർ. ഓക്കെ, സോ ഈ ആറിൽ കൂടെ I1 കറണ്ടാണ്, ഈ ആറിൽ കൂടെയും I1 കറണ്ടാണ്. അതിൻ്റെ അർത്ഥം ഈ ജംഗ്ഷനിൽ കൂടെ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ ജംഗ്ഷൻ ഈ ലൈനിൽ കണക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ സിംപ്ലി റിമൂവ് ദാറ്റ് കണക്ഷൻ. ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൽ കൂടെ I3 കറണ്ട് പോകുന്നുണ്ട്, സെയിം കറണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവരിങ്ങനെ കണക്റ്റഡ് ആണ്. യു ക്യാൻ ആക്ച്വലി റിമൂവ് ദാറ്റ് കണക്ഷൻ ഫ്രം ദിസ് ബ്രാഞ്ച് ബിക്കോസ് ഇതിൽ കൂടെ I1 ആണ്, ഇതിൽ കൂടെ I1 ആണ്. മനസ്സിലായോ? അപ്പം ഇതിവിടെ മുട്ടിച്ചിട്ട് കാര്യം, ഇവിടെ മുട്ടുവാണെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ആവണം, പക്ഷെ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നില്ല സിമെട്രി കാരണം. സോ ഇങ്ങോട്ടും I1 തന്നെ പോകും, പിന്നെ I3 ഇങ്ങോട്ട് I3 പോകും. ഇനി ഇത് സിമ്പിളാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. ഇതിൽ കൂടെ I4 കറണ്ട് പോകുന്നു, ഇതിൽ കൂടെ I4 കറണ്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും സീരീസ് ആണ്. ആറും സീരീസ് വന്നാൽ എത്ര വരും? 2R എന്ന് വരും. അതുപോലെ ഈ ആറും സീരീസ് ആണ്, 2R വരും. 2Rഉം പാരലലാണ്. ഇഫക്റ്റീവ് ചെയ്യുമ്പം 6 എന്ന് വരും. അതിൻ്റെ അർത്ഥം ഇത്രയും സാധനം 6 ആണ്. അപ്പോൾ നമുക്ക് പടം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാം. സ്റ്റാർട്ടിങ് ഫ്രം എ, ഇവിടെ ഒരു R റെസിസ്റ്റൻസ്, ഇവിടെയും ഒരു R റെസിസ്റ്റൻസ്. ഓക്കെ, പിന്നുള്ളത് ഇവിടെ ഒരു R റെസിസ്റ്റൻസ്, അതുപോലെ ഇപ്പുറത്തുനിന്നും അതേ ഇതിലൊരു R റെസിസ്റ്റൻസ്. ഇനിയുള്ളത് ഈ സ്ക്വയർ പോലത്തെ സാധനമാണ്, അതിൻ്റെ ഇഫക്റ്റീവ് 6 ആണ് വരുന്നത്. ഓക്കെ, സോ R R R R R. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേളത്തെ 3 റെസിസ്റ്റേഴ്സ് R R R സീരീസിലാണ്. സോ ഇഫക്റ്റീവ് വിൽ ബി 3R. അതിന് പാരലായിട്ട് നിൽക്കുന്ന ഈ 2 Rൻ്റെ ഇത് 2R. സോ നമുക്കറിയാം പാരലൽ വന്നാൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ? R1 R2 by R1 plus R2. സോ എന്നാ വരും? 3R into 2R by 3R plus 2R എന്ന് വരും, which is 6R by 5. That's the effective resistance. Clear ആയോ? ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. സോ ഇതെല്ലാം R റെസിസ്റ്റേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം R റെസിസ്റ്റേഴ്സ് ആണ്, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എ ബിക്ക് എബൌട്ടായിട്ടുള്ള
റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു മിറർ സിമെട്രി ലൈൻ വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എ ബിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചാൽ ആസ് യു ക്യാൻ സീ അപ്പുറത്തും ഇപ്പുറത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് മിറർ സിമെട്രി കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഐ കറണ്ടാണ് കയറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സിമെട്രി പ്രകാരം ഇവിടുന്ന് ഐ കറണ്ട് ഇറങ്ങി വരണം. ഇങ്ങോട്ട് I1, I2, I3 എന്ന് പറഞ്ഞ് 3 കറണ്ട് ഇറങ്ങിപ്പോയാൽ ഇവിടേക്ക് I1, ഇവിടേക്ക് I2, ഇവിടേക്ക് I3 ഇറങ്ങി വരണം. ക്ലിയർ ആയല്ലോ? സോ ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ബ്രാഞ്ച് നോക്കാം. ഇവിടെ ഈ റെസിസ്റ്റൻസിൽ കൂടെ I1 കറണ്ട് പോകും. പക്ഷേ ഈ റെസിസ്റ്റൻസിൽ കൂടെയും I1 കറണ്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് കറണ്ടൊന്നും സ്പ്ലിറ്റായില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഈ കണക്ഷൻ വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ആ കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ I3, ഇവിടെയും I3 തന്നെ. അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് കറണ്ടൊന്നും പോകുന്നില്ല. സോ ആ കണക്ഷനും നമുക്ക് റിമൂവ് ചെയ്യാം. ഇതുകൂടാതെ ഇങ്ങോട്ട് I2, ഇവിടേക്കും I2, മേളിലോട്ടോ താഴോട്ടോ കറണ്ട് സ്പ്ലിറ്റ് ആവുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ കണക്ഷനും ഇവിടെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ് മീൻസ് ഈ 2 റെസിസ്റ്റൻസും യൂസ്ലെസ് ആണ്. യു ക്യാൻ റിമൂവ് ദം. പിടികിട്ടിയല്ലോ? ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ R സീരീസ് 2R, ഈ R സീരീസ് 2R, ഈ R സീരീസ് 2R, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ. N ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലി കണക്ട് ചെയ്ത ഇഫക്റ്റീവ് ഇസ് R/N ആണ്. ഇപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് വിൽ ബി 2R/3 3. സോ ഇതിൻ്റെ ആൻസർ വിൽ ബി 2R/3. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാം. മിറർ സിമെട്രി. അതിനുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഫിഗർ എഗെയിൻ ഇതിലെ എല്ലാ റെസിസ്റ്റൻസും R തന്നെയാണ്. R R R R R R R R ഇതും R ഇതും R. ഓക്കെ, ഇതാണ് എ ബി. നമുക്ക് ആദ്യം എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ച് നോക്കാം. ആൻഡ് ലെറ്റ് സീ ഇഫ് LHSും RHSും ഈക്വൽ ആണോ എന്ന്. സോ ഇഫ് യു ലുക്ക് അറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ദേ ആർ സെയിം. സോ LHS ഈക്വൽ ടു RHS ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഐ കറണ്ട് കയറിപ്പോയാൽ ഇവിടേക്ക് ഐ കറണ്ട് ഇറങ്ങി വരണം. ഈ കറണ്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ട് I1 പോവും, ഇങ്ങോട്ട് I2 പോവും, ഇങ്ങോട്ട് I3 പോവും. ബൈ സിമെട്രി മേളിലോട്ട് I1 പോയാൽ ഇവിടേക്ക് I1 ഇറങ്ങി വരണം. ഇങ്ങോട്ട് I2 പോയാൽ ഇങ്ങോട്ട് I2 ഇറങ്ങി വരണം. ഇങ്ങോട്ട് I3 പോയാൽ ഇങ്ങോട്ട് I3 ഇറങ്ങി വരണം. നമ്മൾ അത് മനസ്സിലായി. ഇനി നമുക്ക് ഈ I1 കറണ്ട് തന്നെയാണ് മേളിലെത്തുന്നത്. ഈ I1 കറണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ട് I2 I3 ഉപയോഗിച്ച് കഴിഞ്ഞു. I4ഉം പോവും, ഇങ്ങോട്ട് I5ഉം പോവും. ബൈ സിമെട്രി മേളിലോട്ട് I1 കയറിപ്പോയാൽ താഴേക്ക് I1 ഇറങ്ങി വരണം. ഇങ്ങോട്ട് I4 ഇറങ്ങിപ്പോയാൽ അങ്ങോട്ട് I4 കയറി വരണം. ഇങ്ങോട്ട് I5 വന്നാൽ ഇങ്ങോട്ട് I5 വരും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും വ്യത്യാസമില്ല. ഇനി ഇത് നോക്കുകയാണെങ്കിൽ നോക്കുക, ഈ I2 ഇങ്ങോട്ട് കയറിപ്പോയി, ആ സെയിം I2 തന്നെയാണ് ഇങ്ങോട്ടും ഇറങ്ങി വരുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് കയറിപ്പോയ കറണ്ട് അതേ കറണ്ട് ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങോട്ടോ പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് യൂസ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ തൂത്ത് കളയാം. ഓക്കെ, ആ കണക്ഷൻ നമ്മൾ തൂത്ത് കളഞ്ഞു. പക്ഷേ പൊട്ടിച്ച് കളയാൻ പറ്റത്തില്ല, കാരണം ഇതിൽ കൂടെ I2 കറണ്ട് പോകുന്നുണ്ട്, ആ സെയിം I2 കറണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇനി മേളിൽ നോക്കുവാണെങ്കിൽ ഇത് I4, ആ സെയിം I4 ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണക്ഷൻ ഇല്ല, അത് നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. ഈ ആറും ഈ ആറും സീരീസ് 2R വരും. ആ 2Rഉം പാരലൽ, ഇവിടെ 6 വരും. അതുപോലെ ഇവിടെയും 6 വരും. അപ്പോൾ പടം നമുക്ക് മാറ്റി വരയ്ക്കാം. ഇത് A, ഇത് B. ഈ മൊത്ത സാധനം നോക്കിക്കേ, 6ഉം സീരീസ് 2R, ഇതും 6ഉം സീരീസ് 2R, 2Rഉം പാരലൽ. അപ്പം AB അവിടെ 6 വരും. ഓക്കെ, ഇനി മേളിലോട്ട് ഈ 2 R ഉണ്ട്, അതുപോലെ ഇവിടെയും 2 R ഉണ്ട്. പിന്നെ ഇത് മൊത്തം 6 ആണ്.
ഓക്കെ, നമുക്ക് കാണേണ്ടത് എ ബിക്ക് എബൌട്ടായിട്ടുള്ളതാണ് കാണേണ്ടത്. അപ്പം ഇത് മൊത്തം സീരീസ് ആയിരിക്കും. 6 6 6 6 6 5R സീരീസ് ആയിരിക്കും. സോ 5R മൊത്തം ഒരു റെസിസ്റ്ററായിട്ട് വരും. ആൻഡ് താഴെ 6 6 ഉണ്ട് കേട്ടോ. 6 6 6 6 2R 6 6 2R ഇത് ഫുൾ 6 ആണ്. ഓക്കെ, അതിന് 6 പാരലായിട്ടും വരും. സോ ഇഫക്റ്റീവ് ഇസ് R1 R2 by R1 plus R2. So 5R into R by 5R plus R. 5R square by 6R. 5R by 6 എന്ന് വരും. So that's the effective resistance. Hope മിറർ സിമെട്രി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മിറർ സിമെട്രിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സർക്യൂട്ടിൽ ഒരു ലൈൻ വരയ്ക്കുമ്പം ആ ലൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം സർക്യൂട്ട് ആണോ നോക്കുക. ആണെങ്കിൽ മിറർ ഇമേജിലുള്ള റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കറസ്പോണ്ടിങ് റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് ആയിരിക്കും. അതുപയോഗിച്ച് ലൈൻ ഓഫ് സിമെട്രിയിൽ എവിടെയെങ്കിലും കോമൺ ആയിട്ട് കണക്ഷൻ വരുവാണെങ്കിൽ ആ കണക്ഷൻ പറിച്ചു കളഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഭയങ്കര സിമ്പിളാവും. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് മിറർ സിമെട്രി ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഡെഫിനറ്റ്ലി വി വിൽ കൺസിഡർ ദം. സോ ഈ സിമെട്രി എന്ന് പറയുന്ന സീരീസ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് മറ്റൊരു സിമെട്രിയും കൂടെ ഉണ്ട്, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫോൾഡിങ് സിമെട്രി. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് topic. Till then, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് us. Thank you so much. Take care, guys.